നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരുടെയും സാന്നിധ്യമാണ്. പലപ്പോഴും അവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവപുത്രനായ ഈശോയുടെ ഈ സാന്നിധ്യവും സഹവാസവുമാണ് ഈശോയുടെ ജനനത്തിലൂടെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം. അതെ, ദൈവം മനുഷ്യനായി അവതരിച്ചത് നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കുവാനാണ്, നിത്യം വസിക്കുവാനാണ്. അവൻ എമ്മാനുവലാണ്, നമ്മോട് കൂടെയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, നാം ദൈവത്തിന്റെ കൂടെയാണോ? ഒന്നുകൂടിയുണ്ട്. ഏതാണ് എളുപ്പം? ദൈവത്തിന് എന്റെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നതോ എനിക്ക് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നതോ? ആദ്യത്തെ ആയിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ എപ്പോഴാണ് ദൈവത്തെ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവം കൂടെ ആയിരിക്കാനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മനുഷ്യാവതാരം ചെയ്ത് കാലത്തോഴത്തിൽ പിറന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എപ്പോഴും എന്റെ കൂടെയുള്ള നിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, നുണകൾ പറഞ്ഞും പ്രചരിപ്പിച്ചും ആളുകളെ തമ്മിലടിപ്പിക്കുന്ന, വർഗീയത വളർത്തുന്ന എല്ലാവരെയും നേരിന്റെയും ഒരുമയുടെയും പാതയിൽ നടത്തണമേ. മതവും രാഷ്ട്രീയവും വേർതിരിച്ച് കാണാനുള്ള വിവേകവും എല്ലാ മനുഷ്യർക്കും കൊടുക്കണമേ. എല്ലാവരും സ്നേഹത്തിൽ സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്നത്തെ എന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലമാക്കണമേ. ഈശോ നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.